ഇറാൻ ഹോർമിസിലും തങ്ങളുടെ ദ്വീപിലും ആക്രമിച്ചതിനു പകരമായി അമേരിക്കയുടെ 5th ഫ്ലീറ്റ് ആക്രമിച്ചു എന്ന് പറയുന്ന വാർത്ത വളരെ ഗൗരവമായതും ഞെട്ടിപ്പിക്കുന്നതുമാണ്. എന്നുവെച്ചാൽ 5th ഫ്ലീറ്റിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ബഹ്റൈനിലാണ്. 5th ഫ്ലീറ്റ് എന്നാൽ ഈ അമേരിക്കയുടെ നേവൽ ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ട ഏറ്റവും ഗൗരവമായ ഓപ്പറേഷൻസ് നടത്തുന്ന ആസ്ഥാന മന്ദിരവും അതിൻ്റെ സംവിധാനങ്ങളുമാണ് 5th ഫ്ലീറ്റ്. ആ 5th ഫ്ലീറ്റിൽ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കയെ തന്നെ ആക്രമിക്കുന്നതിന് തുല്യമായ സംഗതിയാണ്. ആ ടാർഗറ്റുകളാണ് കഴിഞ്ഞ ദിവസം ഇറാൻ ലക്ഷ്യം വെച്ചതെന്നും അതിൽ തങ്ങൾ വിജയിച്ചുവെന്നും IRGC അവകാശപ്പെടുന്നു. എന്നാൽ അമേരിക്ക അത് നിഷേധിക്കുന്നുണ്ട്. അമേരിക്ക എല്ലാ ആക്രമണങ്ങളും തങ്ങൾക്ക് നേരെ ഉണ്ടാകുമ്പോൾ നിഷേധിക്കുകയും പിന്നീട് റിപ്പോർട്ടിലൂടെ പുറത്തു വരികയും ചെയ്യുന്നതാണ് ആ പതിവ് രീതി. ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ബഹ്റൈനിലെ മനാമയിലാണ്. ഇത് പ്രധാനമായും ഈ 5th ഫ്ലീറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് 5 തരത്തിലാണ്. 4 ഓപ്പറേഷണൽ ഏരിയാസും ഒരു ഹെഡ്ക്വാർട്ടേഴ്സും. അതിലൊന്ന് പേർഷ്യൻ ഗൾഫാണ്, 2 റെഡ് സീ ആണ്, 3 അറേബ്യൻ സീ ആണ്, 4 ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ചില ഭാഗങ്ങളിലാണ്. ഈ 5th US ഫ്ലീറ്റാണ് ഗൾഫ് മേഖലയിലെ എല്ലാ എണ്ണക്കടത്തുകളും നിയന്ത്രിക്കുന്നത് എന്നാണ് അവകാശപ്പെടുന്നത്. ഈ 4 മേഖലയിൽ, അതായത് പേർഷ്യൻ ഗൾഫിൽ, അതുപോലെ തന്നെ റെഡ് സീയിൽ, പിന്നെ അറേബ്യൻ സീയിലും ഇന്ത്യൻ ഓഷൻ്റെ ഏതാണ്ട് ഭാഗങ്ങളിലും വലയം ചെയ്യപ്പെട്ട് അതിൻ്റെ സംവിധാനങ്ങളോടൊപ്പം അതെല്ലാം കൂടി കേന്ദ്രീകരിച്ചാണ് ബഹ്റൈനിലെ മനാമയിൽ ഇതിൻ്റെ ഒരു കേന്ദ്ര സ്ഥാപനവുമായി ബന്ധപ്പെട്ട് കഴുകൻ കണ്ണുകളോടെ കടൽ മുഴുവൻ തങ്ങളുടെ നിരീക്ഷണത്തിലാണ്, പേർഷ്യൻ ഗൾഫ് മുഴുവൻ തങ്ങളുടെ നിരീക്ഷണത്തിലാണ്. ആ നിരീക്ഷണത്തിൽ നിങ്ങൾ ഓരോരുത്തരും സുരക്ഷിതരാണ്, അതിനു പകരം ഞങ്ങൾക്ക് പറയുന്നതെല്ലാം ചെയ്തു തരികയും ഞങ്ങളുടെ അടിമകളായി ജീവിക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന സുരക്ഷാ സംവിധാനമാണ് US 5th ഫ്ലീറ്റ് എന്ന് പറയുന്നത്. ആ USൻ്റെ 5th ഫ്ലീറ്റിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സായ ബഹ്റൈനിലാണ് തങ്ങൾ ആക്രമണം നടത്തിയതെന്നും ആ ആക്രമണം അനിവാര്യമായതുകൊണ്ടാണ് തങ്ങൾ ചെയ്തതെന്നും ആണ് ഇറാൻ്റെ നിലപാട്. എന്ന് മാത്രമല്ല, റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പറയുന്നത് നേരിട്ട് ഈ മനാമയിലെ US എയർബേസ് അഥവാ 5th ഫ്ലീറ്റിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സും അതോടൊപ്പം തന്നെ കുവൈറ്റിൻ്റെ US എയർബേസുകളുമാണ് തങ്ങൾ ആക്രമിച്ചതെന്നും ആ കേന്ദ്രങ്ങളിൽ നിന്നാണ് പലപ്പോഴും തങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്നും അവർ രണ്ടുപേരുമാണ് ഈ ഓപ്പറേഷൻസിൻ്റെ പ്രധാനപ്പെട്ട ആളുകളെന്നും ആ കേന്ദ്രത്തിൽ നിന്ന് കൊടുക്കുന്ന നിർദ്ദേശം, അതായത് ഈ US 5th ഫ്ലീറ്റ് ബഹ്റൈൻ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് കൊടുക്കുന്ന നിർദ്ദേശപ്രകാരമാണ് ഇറാനിലെ ഖ്വഷാം ദ്വീപും അതുപോലെ തന്നെ ഈ പറയുന്ന സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസിലെ കപ്പലുകളെയും എല്ലാം ആക്രമിക്കുന്നതെന്നും അതുകൊണ്ട് ഇനി ആ സാധനത്തെ അവിടെ തുടരാൻ അനുവദിക്കുന്നത് സമ്മതിക്കില്ലെന്നും പറഞ്ഞിട്ടാണ് US 5th ഫ്ലീറ്റിന് നേരെ ഈ പറയുന്ന ആക്രമണം നടത്തിയത്. ആ ആക്രമണത്തിന് ഫലമുണ്ടായോ എന്ന് ചോദിച്ചാൽ, ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മുടെ ട്രംപ് മച്ചമ്പി പറഞ്ഞത് ഏതാണ്ട് ന്യൂക്ലിയർ കരാറിൻ്റെ വിഷയത്തിൽ ധാരണയായി, അവർ ഒരിക്കലും അത് കൈവശം വെക്കില്ല എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നിലവിലുള്ള ഇറാൻ്റെ പരമോന്നത നേതാവുമായി കൂടിക്കാഴ്ച നടത്താൻ ആഗ്രഹമുണ്ട്, അത് വഴിയെ സംഭവിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ഇനി എനിക്കൊരു യുദ്ധത്തിന് താല്പര്യമില്ല തുടങ്ങിയ ന്യായങ്ങളൊക്കെയും പറയുന്നുണ്ട്. എന്നാൽ ചൈന വളരെ കൃത്യമായ ബാക്ക് സപ്പോർട്ടോടുകൂടി ഇറാൻ്റെ കൂടുള്ളത് കൊണ്ട് ഈ ആക്രമണത്തിൻ്റെ പ്രിസിഷൻ അഥവാ കൃത്യത അത് വഴിമാറിപ്പോകില്ലെന്ന് നന്നായി ട്രംപിനറിയാം. ഈ ചൈന സന്ദർശന വേളയിലെ സഹകരണമില്ലായ്മ, അതായത് കൃത്യമായി ചൈന അമേരിക്കയോട് പറഞ്ഞ നിലപാടുകളാണ് ഈ യുദ്ധത്തെ കൂടുതൽ അത് എസ്കലേറ്റ് ചെയ്യാതെ എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കണമെന്ന ചിന്ത ഉള്ളത്. അതിനിടയിലുണ്ടാകുന്ന ഈ ആക്രമണങ്ങളാണ് കടുത്ത തിരിച്ചടിയോടെ ഇറാൻ നേരിടുന്നത്. കുവൈറ്റിലുണ്ടായ നാശം വളരെ കനത്തതാണെന്നാണ് പറയുന്നത്. ഇതെല്ലാം നമ്മൾ ആവേശപൂർവ്വം പറയുമ്പോഴും മിഡിൽ ഈസ്റ്റിലുണ്ടാകുന്ന ഏത് അക്രമങ്ങളും ലോകത്തിൻ്റെ സാമ്പത്തിക ഗതിവിഗതികളെ സ്വാധീനിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ്. ലോകം മുഴുവൻ വളരെ കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിലേക്കും വിലക്കയറ്റത്തിലേക്കും പോകുന്നത് എന്നുകൂടി ചേർത്ത് പറയണം.